+1 ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ആവറേജ് വെലോസിറ്റിയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ആവറേജ് സ്പീഡിൻ്റെ ഫോർമുലയും നമ്മൾ കാണുകയുണ്ടായി. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് v = ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് സ്പീഡ് v = ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇതിൻ്റെ ഫോർമുല നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്: v = s1 + s2 ഡിവൈഡ് ബൈ t1 + t2. s1 എന്നുള്ളത് ഒരു വസ്തു t1 സമയത്ത് സഞ്ചരിച്ച ദൂരമാണ്. s2 എന്നുള്ളത് അതേ വസ്തു t2 സമയത്ത് സഞ്ചരിച്ച ദൂരം. s1 ദൂരം സഞ്ചരിച്ചിട്ട് ആ വസ്തു s2 ദൂരം സഞ്ചരിക്കുന്നു. s1 ദൂരം സഞ്ചരിക്കാൻ വേണ്ടി ആ വസ്തു എടുത്ത സമയം t1 സെക്കൻഡാണ്. s2 ദൂരം സഞ്ചരിക്കാൻ വേണ്ടി അതെടുത്തത് t2 ആണ്. ഇപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് s1 + s2. ടോട്ടൽ ടൈം t1 + t2. ഇപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്തിന് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ഇനി അതിൻ്റെ മറ്റൊരു ഫോർമുലയാണ് v = v1 t1 + v2 t2 ഡിവൈഡ് ബൈ t1 + t2. ആദ്യം പറഞ്ഞ അതേ ഫോർമുല തന്നെയാണ് ഇതും. ഇവിടെ s1 പകരം v1 t1 എന്ന് വന്നേ ഉള്ളൂ. ഇവിടെ s2 പകരം v2 t2 എന്ന് വന്നേ ഉള്ളൂ. ഇപ്പോൾ v = v1 t1 + v2 t2 ഡിവൈഡ് ബൈ t1 + t2. ഇനി ടൈമിനുള്ള ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം t1 = t s/v. t s/v. ടൈമിനുള്ള ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ v = s1 + s2 ഡിവൈഡ് ബൈ t1 എന്ന് പറയുന്നത് s1/v പ്ലസ് t2 എന്ന് പറയുന്നത് s2/v. ടൈമിനുള്ള ഫോർമുല s/v, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് v = ടോട്ടൽ ഡിസ്റ്റൻസ് s1 + s2 ഡിവൈഡ് ബൈ t1 s1/v1 പ്ലസ് s2/v2. അങ്ങനെ നമുക്ക് എഴുതാം. ഇത് എല്ലാം ഒരു ഫോർമുലയുടെ പല രൂപാന്തരങ്ങളാണ്. where s1 and s2 are the positions of the object at time t1 and t2 respectively. Average speed has the unit meter second raised to -1 അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. പാത്ത് ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പം മീറ്റർ പെർ സെക്കൻഡാണ് ആവറേജ് സ്പീഡിൻ്റെ യൂണിറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. മൂവിങ് ബോഡിക്ക് അത് എപ്പോഴും പോസിറ്റീവാണ്. വസ്തു റെസ്റ്റിലാണെങ്കിൽ ആവറേജ് സ്പീഡ് 0 ആണ്. ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഡിറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും ഡിറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. സ്പീഡ് ഒന്നെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് തുല്യമായിരിക്കും. അതാണ് സ്പീഡിൻ്റെ പ്രത്യേകതകൾ. ഇനി വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമുക്ക് നടത്താം. ഒന്ന്, വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനുമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ആ ഗണത്തിൽപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. എന്നാൽ സ്പീഡോ? സ്പീഡ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ആൻഡ് നോ ഡിറക്ഷൻ. സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ഉള്ളതിന് പക്ഷേ നോ ഡിറക്ഷൻ.
പ്രത്യേകിച്ച് പറയാനായി ദിശയില്ല. 2. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം, അങ്ങനെയും പറയാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ് വെലോസിറ്റി. എന്നാൽ സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ പാത്ത് ലെങ്തിന് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. 3. ഫോർ എ മൂവിങ് പാർട്ടിക്കിൾ വെലോസിറ്റി ക്യാൻ ബി 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് വെലോസിറ്റി 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. മൂവിങ് പാർട്ടിക്കിളിന് വെലോസിറ്റി 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? ആ പാർട്ടിക്കിള് പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് മൂവ് ചെയ്യുന്നത്, പോസിറ്റീവ് ദിശയിലാണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ആവറേജ് വെലോസിറ്റി പോസിറ്റീവ് ആകാം. ആ വസ്തു നെഗറ്റീവ് ദിശയിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ വെലോസിറ്റി നെഗറ്റീവ് ആകാം. എന്നാൽ ആ വസ്തു സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുവാണ് എങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ആ വസ്തു സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു, ഇങ്ങോട്ട് പോയി തിരിച്ച് അതേ വഴിക്ക് തന്നെ ഇങ്ങോട്ട് വന്നു. ഒരു വസ്തു സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആകും. എന്നാൽ ഫോർ എ മൂവിങ് പാർട്ടിക്കിൾ സ്പീഡ് ക്യാൻ നെവർ ബി 0 ഓർ നെഗറ്റീവ്. ഒരു മൂവിങ് പാർട്ടിക്കിളിന് സ്പീഡ് ഒരിക്കലും 0യോ നെഗറ്റീവോ ആകില്ല. ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ കേസിൽ സ്പീഡ് ഒരിക്കലും 0യോ നെഗറ്റീവോ ആകില്ല. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതൊരു സിമിലാരിറ്റിയാണ്, സ്പീഡിനും അതേ യൂണിറ്റ് ആണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ചിലപ്പോഴൊക്കെ നമുക്ക് വാഹനങ്ങളുടെയൊക്കെ സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ് തരിക. കിലോമീറ്റർ പെർ അവറിലാണ് വാഹനങ്ങളുടെയൊക്കെ സ്പീഡ് നമുക്ക് കിട്ടുന്നത്. വണ്ടിയുടെയൊക്കെ സ്പീഡോമീറ്റർ നോക്കുകയാണെങ്കിൽ, ബൈക്കിൻ്റെ, ബസ്സിൻ്റെ, കാറിൻ്റെ ഒക്കെ സ്പീഡോമീറ്റർ നോക്കുകയാണെങ്കിൽ അതിൽ സ്പീഡ് കൊടുത്തിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. അതിന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എളുപ്പത്തിൽ മാറ്റാം. കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. 1000 എന്ന് പറഞ്ഞാൽ 10 ഗുണം 10 ഗുണം 10, അതായത് 10⁻3. 1000 എന്ന് പറഞ്ഞാൽ 10⁻3 കിലോ മീറ്റർ. 1000 മീറ്റർ ഡിവൈഡ് ബൈ ഒരവർ. ഒരവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് ആണ്. അങ്ങനെ വരുമ്പോൾ 0 ക്യാൻസലായി പോവും. 6 അതിനകത്ത് 3 2 10 5 2. ഇപ്പോൾ നമുക്ക് കിട്ടും 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇപ്പോൾ കിലോമീറ്റർ പെർ അവറിന് പകരം 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുത്താൽ ആ ക്വാണ്ടിറ്റി മീറ്റർ പെർ സെക്കൻഡിലായിട്ട് മാറും. അങ്ങനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. സ്പീഡ് മേ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. സ്പീഡ് മേ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. സ്പീഡ് ഒരു സ്കെയിലറാണ്. ഒരു സ്കെയിലറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് കറസ്പോണ്ടിങ് വെക്ടർ ക്വാണ്ടിറ്റി. സ്പീഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. അങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ആവറേജ് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് ഇനി. ഒന്നാമത്തെ പ്രോബ്ലം, ബോഡി മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽസ് ദ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് അറ്റ് v1. ബോഡി മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു 1 ഡയമെൻഷണൽ മോഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ട്രാവൽസ് ദ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് ഒരു പടം വരയ്ക്കാം. ഒരു വസ്തു മൊത്തം സഞ്ചരിക്കുന്ന ദൂരമാണിത്. ആദ്യത്തെ ഹാഫ് ഡിസ്റ്റൻസ് നമ്മളോട് പറഞ്ഞേക്കണം. ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് അത് എക്സ് എന്നിരിക്കട്ടെ. എക്സ് അത് v1 സ്പീഡിലാണ്.
V1 സ്പീഡിലാണ്. എക്സ് ആണ് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ്, അത് V1 സ്പീഡിലാണ്. അപ്പോൾ എക്സും V1ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ടൈം T1 ഈസ് ഈക്വൽ ടു അത് സഞ്ചരിച്ച ദൂരം എക്സ് ആദ്യത്തെ ഹാഫ് ഡിസ്റ്റൻസ് എക്സ് ഡിവൈഡ് ബൈ അതിനെടുത്ത സ്പീഡ് V1 അല്ലെങ്കിൽ വെലോസിറ്റി V1, ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അങ്ങനെയാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ആവറേജ് സ്പീഡാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് V1 ആണ് ആദ്യത്തെ സെക്ഷൻ്റെ സ്പീഡ്. അതിനടുത്ത ടൈമാണ് T1 ഈസ് ഈക്വൽ ടു എക്സ് ബൈ V1. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് തുടർന്ന് വായിക്കാം. V1 സ്പീഡിൽ ആൻഡ് സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ്, ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് അടുത്ത പകുതി എക്സ്, അതും എക്സ് തന്നെ, അത് V2 സ്പീഡിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ അതിന് എടുത്ത ടൈം T2 ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ V2. T2 ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ V2. അതാണ്. അങ്ങനെ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. എൻ്റെ സെക്കൻഡ് ഹാഫിന് വേണ്ടുന്ന ടൈം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമ്മളോട് ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേർണി? ഇതിൻ്റെ മുഴുവൻ സഞ്ചരിച്ച സമയത്തേക്കുള്ള ആവറേജ് സ്പീഡ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദ്യം. നമുക്കറിയാം ആവറേജ് സ്പീഡ് V ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. നമുക്കിവിടെ എക്സ്, ഒരു ആദ്യ പകുതി എക്സ് ആണ്, പ്ലസ് രണ്ടാമത്തെ പകുതി സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, എക്സ് പ്ലസ് എക്സ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം T1 പ്ലസ് T2. ആദ്യത്തെ പകുതി സഞ്ചരിക്കാൻ എടുത്ത സമയമാണ് T1, രണ്ടാമത്തെ പകുതി സഞ്ചരിക്കാൻ വേണ്ടി എടുത്ത സമയമാണ് T2. T1 പ്ലസ് T2. അപ്പം നമുക്ക് കിട്ടും V ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് 2x ഡിവൈഡ് ബൈ T1 നമുക്കറിയാം എക്സ് ബൈ V1 പ്ലസ് T2 നമുക്കറിയാം എക്സ് ബൈ V2. അപ്പം നമുക്ക് എഴുതാം B ഈസ് ഈക്വൽ ടു, ഈ കേസിലെ ആവറേജ് സ്പീഡ് V ഈസ് ഈക്വൽ ടു 2x ഡിവൈഡഡ് ബൈ, ഇവിടെ എക്സ് കോമൺ ആയിട്ടുണ്ട്, ഇവിടെയുണ്ട് എക്സ്, ആ എക്സ് അങ്ങ് കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു, എക്സ് ഇൻറ്റു ഇവിടുന്ന് എക്സ് ആദ്യത്തെ ടേമിൽ നിന്ന് എക്സ് വെളിയിലെടുത്താൽ നമുക്ക് 1/V1 കിട്ടും. 1/V1 പ്ലസ് രണ്ടാമത്തെ ടേമിൽ നിന്ന് എക്സ് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 1/V2. അപ്പം നമുക്ക് കിട്ടും V ഈസ് ഈക്വൽ ടു ഈ എക്സും ക്യാൻസൽ ആകും, 2 ഡിവൈഡഡ് ബൈ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് LCM എടുക്കാം. V1 V2 LCM V1 V2 എന്ന് എടുത്താൽ എൻ്റെ ന്യൂമറേറ്ററിൽ V2 പ്ലസ് V1, ഈ V2 ഇങ്ങോട്ട് വരും, ഈ V1 അങ്ങോട്ട് ചെല്ലും, V2 പ്ലസ് V1 എന്ന് വരും, V2 പ്ലസ് V1. അതിന് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ഡിവൈഡഡ് ബൈ V2 പ്ലസ് V1 ഡിവൈഡഡ് ബൈ V1 V2 അങ്ങനെ എഴുതാം. അതുപോലെ ഇറ്റ് ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഹരിക്കുന്നതിന് പകരം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, തലതിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഹരിക്കുന്നതിന് പകരം തലതിരിച്ച് ഗുണിച്ചാൽ മതി. തലതിരിക്കുമ്പോൾ V2 V1 മുകളിലേക്ക് വരും, V2 പ്ലസ് V1 താഴേക്കും വരും, 2 ഇൻറ്റു V1 V2 മുകളിൽ ചെല്ലും, ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2, അതായത് V2 പ്ലസ് V1 അങ്ങനെ കിട്ടും. V1ൻ്റെയും V2ൻ്റെയും വില നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അന്നേരം ആൻസർ കിട്ടും. അപ്പോൾ V ഈസ് ഈക്വൽ ടു 2V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2, 2V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2 ആണ് ഇവിടുത്തെ ആവറേജ് സ്പീഡ്. നമുക്ക് രണ്ടാമതൊരു ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്,
എ ട്രാവൽസ് ഫ്രം എ എന്ന് പറഞ്ഞ ആള് അതേ പേരുള്ള ഒരു സ്ഥലത്തുനിന്ന് എ ട്രാവൽസ് ഫ്രം എ ടു ബി. എ എന്ന് പേരുള്ള ഒരാൾ അതേ പേരുള്ള സ്ഥലത്തുനിന്ന് ബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. വിത്ത് എ വെലോസിറ്റി 36 km/h. v1 സ്പീഡിലാണ് പോണത്. v1 എന്ന് പറയുന്നത് 36 km/h. നമുക്ക് എഴുതാം എ എന്ന് പറയുന്ന ആള് എ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അദ്ദേഹം എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത് v1 സ്പീഡിലാണ്. ആ v1 36 km/h ആണ്. 36 km/h. അതേ നമ്മളോട് പറയുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് S1 എടുത്ത ടൈം T1 അതൊക്കെ നമുക്ക് മനസ്സിലായി. S1 ആണ് ഡിസ്പ്ലേസ്മെന്റ്, എടുത്ത ടൈം T1 ആണ്. അതുപോലെ v1 = S1/T1 എന്നൊക്കെ നമുക്ക് എഴുതാം. ആ ഫോർമുലയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ ബാക്കി. റിട്ടേൺസ് ടു എ. ബി പോയ കാര്യമെല്ലാം സാധിച്ചു. എന്നിട്ട് അദ്ദേഹം നേരെ ആ വഴിക്ക് തന്നെ എയിലേക്ക് തിരിച്ചു വന്നത് ഇരട്ടി സ്പീഡിലാണ്. 72 km/h ആണ്. ഇപ്പോൾ v2 = 72 km/h. v2 = 72 km/h സ്പീഡിലാണ് പോരുന്നത്. v2-ലെ ഡിസ്റ്റൻസ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് S2 എടുത്ത ടൈം T2. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. ഇനി വാട്ട് ആർ ദ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കണം. അത് ഒന്നാമത്തെ കാര്യം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. പിന്നെ ചോദിച്ചേക്കുന്നത് ദ ആവറേജ് വെലോസിറ്റി v ബാർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ബി ബാർ ആവറേജ് വെലോസിറ്റി ബി ബാറും ആവറേജ് വെലോസിറ്റി ബിയും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ബി ബാർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം ആവറേജ് സ്പീഡിലേക്ക് വരാം. ഇവിടെ രണ്ടിടത്തും S1 S2 ഈക്വൽ ആണ്. S1 = S2 = S ആണ്. അങ്ങനെ വരുമ്പോൾ ആവറേജ് സ്പീഡ് V = S1 + S2 / T1 + T2. ഇത് മുമ്പത്തെ ഒരു ചോദ്യത്തിന്റെ ആവർത്തനം തന്നെയാണ്. S1 എന്ന് പറഞ്ഞ S പ്ലസ് S2 എന്ന് പറഞ്ഞത് S / T1. T1 എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് S ബൈ രണ്ട് ഡിസ്റ്റൻസ് S വീതമാണ്. ഡിസ്റ്റൻസ് S ബൈ ആദ്യത്തെ സ്പീഡ് v1 പ്ലസ് രണ്ടാമത്തെ ഡിസ്റ്റൻസ് S ബൈ അതിനടുത്ത സ്പീഡ് v2. ടൈം T2 എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് S/v1, T2 എന്ന് പറയുന്നത് S/v2. അങ്ങനെ ഇപ്പോൾ ആവറേജ് സ്പീഡ് v = S + S 2S / താഴെ S വെളിയിലോട്ട് എടുക്കാം. S × S/v1. S വെളിയിലെടുത്താൽ 1 വരും. 1/v1. S ഇവിടുന്ന് വെളിയിലെടുത്താൽ ഇവിടെ 1 വരും. 1/v1 പ്ലസ് ഇവിടുന്ന് S വെളിയിലെടുത്താൽ 1 വരും. 1/v2. 1/v1 പ്ലസ് 1/v2. എസും ക്യാൻസൽ ആവും. അപ്പം നമുക്ക് ഇറ്റ് ഇസ് ഈക്വൽ ടു 2 / v1 v2 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് LCM ആയിട്ട് എടുക്കുന്നു. മുകളിൽ v2 + v1 കിട്ടും. ഇപ്പോൾ v = 2 × ഡിവൈഡ് ചെയ്യുന്നതിന് പകരം തലതിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × v1 v2 / v1 + v2. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 × v1 നമുക്കറിയാം 36 km/h.
2 into 36 2 into 36 kilometer per hour into V2 72 kilometer per hour divided by V1 plus V2. V1 plus V2 72 plus 36 എന്ന് പറഞ്ഞാൽ 108 കിലോമീറ്റർ പെർ അവർ. ഈ കിലോമീറ്റർ പെർ അവറും ഇവിടുത്തെ കിലോമീറ്റർ പെർ അവറോട് ക്യാൻസൽ ആയി പോകും. 108 3 36, 72 2 36. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 3യും 36ഓടെ വിട്ടു 12 12 2 24 24 2 48 48 കിലോമീറ്റർ പെർ അവറിന് കിട്ടും. 48 കിലോമീറ്റർ പെർ അവർ. അതാണ് ആവറേജ് സ്പീഡ്. അത് ഡയറക്റ്റ് ചെയ്യാം. V = 2V1 V2 ഡിവൈഡ് ബൈ V1 plus V2 എന്ന് ചെയ്താൽ മതി. അടുത്തത് ആവറേജ് വെലോസിറ്റിയിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ വസ്തു എയിൽ നിന്ന് വിയിലേക്ക് പോകുന്നു, തിരിച്ച് എയിൽ തന്നെ തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ -S1ഉം തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ +S1ഉം വലത്തോട്ട് പോകുമ്പോൾ +S1ഉം ഇടത്തേക്ക് വരുമ്പോൾ -S1ഉം ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ടോട്ടൽ എടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 വരും. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് S1 plus S2 ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. T1 plus T2 ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഈ ഭാഗം 0 ആണ്. ഇത്രയും 0 ആണ്. അപ്പം അത് 0 എന്ന് വരും. 0 കിലോമീറ്റർ പെർ അവർ. 0 കിലോമീറ്റർ പെർ അവർ ആണ് ആവറേജ് വെലോസിറ്റി ആയിട്ട് വരിക. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A car moves along a straight path. സ്ട്രെയിറ്റ് പാത്തിലൂടെ ഒരു കാർ പോകുന്നു. ഇറ്റ് കവേഴ്സ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് അറ്റ് ദ റേറ്റ് ഓഫ് 40 km/h. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് ക്ലിയർ ആയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് എക്സ് എന്ന് എടുക്കുക. ഇതിനു മുമ്പ് എടുത്ത 2 പ്രോബ്ലം ഇതുപോലത്തെ ആയിരുന്നു. എക്സ് അതിനെടുക്കുന്ന സ്പീഡാണ് V1. ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് എക്സ്, സ്പീഡ് V1 40 km/h ആണ്. ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് സഞ്ചരിച്ച ദൂരം എക്സ്, അതിനെടുത്ത വെലോസിറ്റി V1 = 40 km/h. 40 km/h ആണ് എടുത്തത്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയാണ് സഞ്ചരിച്ചത്. ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്, അടുത്ത ഹാഫ് അതും എക്സ് ആണ്. സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് അറ്റ് 60 km/h. V2 = 60 km/h. 60 km/h. Find the magnitude of the average velocity. Average speed ആണ്. Average speed. Total distance S1 plus S2. ഇവിടെ അത് x plus x ആണ്. x plus x ആണ്. ഡിവൈഡ് ബൈ എടുക്കുന്ന ടൈം T1 plus T2. ആ T1 = T1 നമുക്കറിയാം. T1 സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് x ബൈ അതിനെടുത്ത സ്പീഡ് V1, x by V1
അതായത് x/40 km/h. t2 is equal to x/v2, അതായത് x divided by 60 km/h. 60 km/h. ആ ടൈം ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് t1 x/40 എന്ന് കിട്ടും. x/40 പ്ലസ് t2 നമുക്ക് കിട്ടും x/60. t2 നമുക്ക് കിട്ടും x/60. It is equal to 2x divided by x കോമൺ ആയിട്ട് വെളിയിലെടുത്തു. x ഇൻറ്റു x വെളിയിലെടുത്താൽ ആദ്യത്തെ ടൈം 1/40 പ്ലസ് അടുത്ത ടൈം 1/60 അങ്ങനെ കിട്ടും. എക്സും ക്യാൻസൽ ആവും. അപ്പം നമുക്ക് കിട്ടും 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ, ആദ്യമേ 2 ഡിവൈഡഡ് ബൈ താഴത്തെ LCM 40 ഇൻറ്റു 60, മുകളിൽ 60 ഇങ്ങോട്ട് വരും, 60 പ്ലസ് 40. ഈ 40 ഇൻറ്റു 60 മുകളിലേക്ക് വരും. ഹരിക്കുന്നതിന് പകരം തലതിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 2 ഇൻറ്റു 40 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ 100. ഇത് ക്യാൻസലായി പോവും. 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 6 48 km/h. 48 km/h എന്ന ആവറേജ് സ്പീഡ് കിട്ടും. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് 48 km/h എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്തതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. നമുക്കറിയാം, നമ്മുടെ റോഡുകളൊക്കെ പുളഞ്ഞു കിടക്കുന്ന റോഡുകളാണ്. അതിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവയുടെ സ്പീഡ് എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വളവുകളിലൊക്കെ ചെല്ലുമ്പോൾ വാഹനങ്ങൾ നമ്മൾ വളരെ സ്പീഡ് കുറച്ചാണ് ഓടിക്കുക. സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. അതുപോലെ തന്നെ നമ്മുടെ റോഡുകളിലൂടെ നമ്മൾ ഓടിക്കുമ്പോൾ വാഹനങ്ങളുടെ ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേനും ഒരു ദിശാമാറ്റമുണ്ട്. ഇവിടെ വരുന്നിടം വരെ നേരെ ഈ ദിശയിലായിരുന്നു, ഇവിടെ വരുമ്പോൾ നേരെ ഇങ്ങോട്ടായിട്ട് മാറും. ഇനി ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ടായിട്ട് മാറും. ഒരു പ്രത്യേക ദിശ നമുക്ക് പറയാനില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ സമയം എടുത്തിട്ട് ആ സമയത്ത് അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കും. അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. തീരെ ചെറിയ സമയത്തിനുള്ളിൽ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിനുള്ളിലുള്ള വെലോസിറ്റി, അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആ സമയത്ത് വസ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് ആ സ്പീഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ചെറിയ ടൈം ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ സിമ്പലാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. സമയം തീരെ ചെറുതാണ്. ഈ സിമ്പിളിന്റെ അർത്ഥം സമയം ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയം തീരെ ചെറുതാണെങ്കിൽ, സമയം തീരെ ചെറുതാണെങ്കിൽ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റി കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും, കൂടുതൽ കൃത്യമായിരിക്കും എന്നാണ് പറയുക. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ലിമിറ്റ് LIMIT ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ സമയമാണ് നമ്മൾ എടുക്കുന്നത്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയം 0യുടെ അടുത്ത് വളരെ കുറഞ്ഞ സമയമാണെങ്കിൽ നമ്മളിവിടെ പറയുന്ന സംഗതി, ലിമിറ്റിനകത്ത് പറയുന്ന കാര്യം വളരെ കൃത്യമായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ സമയം എന്നാണ് അർത്ഥമാകുന്നത്. അപ്പം എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് എനി ഇൻസ്റ്റന്റ്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ. ആ നിമിഷം 1 സെക്കൻഡോ 2 സെക്കൻഡോ 1000 സെക്കൻഡോ ആവും. ആ സമയത്തുള്ള വെലോസിറ്റിയാണ് വെലോസിറ്റി. ഇറ്റ് ഈസ് ദ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്
വി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാറ് പറഞ്ഞു, ടൈം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ചെറുതാണ്, തീരെ ചെറുതാണ്, വളരെ ചെറുതാണ്. ടൈം തീരെ ചെറുതാണ് എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ലിമിറ്റ് എന്ന് പറയുന്ന ഈ സംജ്ഞ ഉപയോഗിച്ചേക്കുന്നത്. മാത്തമാറ്റിക്കൽ സിമ്പിളാണ്. അത്രയും ചെറിയ സമയത്തിനകത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. അത്രയും ചെറിയ സമയം, തീരെ ചെറിയ സമയമാണ് ഡെൽറ്റ ടി എങ്കിൽ ആ ചെറിയ സമയത്തിനകത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതിനെ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് വിളിക്കും. ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി. ഒരു ചെറിയ സമയം എടുക്കുന്നു, ഡി ടി എന്ന് പറഞ്ഞ സമയം, ഡി ടി എന്ന് പറഞ്ഞ സമയം. അങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും, ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് തോന്നും. അപ്പോഴത്തെ വെലോസിറ്റി, അപ്പോഴത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി എക്സ്, അതിനെടുത്ത സമയമാണ് ഡി ടി, അത് സഞ്ചരിച്ച സമയമാണ് ഡി ടി. ആ ഡി എക്സ് ബൈ ഡി ടി, ആ ഡി എക്സ് ബൈ ഡി ടി അതിന് നമ്മൾ പറയുന്നവരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി ഇങ്ങോട്ട് മാറുമ്പോൾ ദിശ മാറും. ഇവിടെ പുതിയ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്, ഇവിടെ വരുന്ന ഇൻസ്റ്റന്റിലെ വെലോസിറ്റി വേറെയാണ്, അതിന്റെ ദിശ മാറും. അപ്പം ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പം ഓരോ നിമിഷവും ഉള്ള വെലോസിറ്റി അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതിനെ നമ്മൾ വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം. ഡി എക്സ് ബൈ ഡി ടി, വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, ഡി ടി എന്ന് പറഞ്ഞത് ചെറിയ ടൈം. ഫോർ യൂണിഫോം മോഷൻ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ സെയിം വെലോസിറ്റി, വെലോസിറ്റി ഈസ് സെയിം. യൂണിഫോം മോഷന്റെ പ്രത്യേകത ഏതാണ്? അങ്ങനത്തെ മോഷനിലുള്ള വെലോസിറ്റി സെയിം ആണ്, എപ്പോഴും ഒരേ സ്പീഡിലായിരിക്കും പോകുന്നത്, എപ്പോഴും ഒരേ സ്പീഡിലായിരിക്കും പോകുന്നത്. ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യുന്നു, റെസ്റ്റിൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, തുടക്കത്തിലെ വെലോസിറ്റി. അതിനെ ചിലപ്പോൾ നമ്മൾ യു കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അല്പദൂരം മുന്നോട്ട് പോയ ശേഷം അത് പിന്നെ ഒരേ സ്പീഡിലാണ് പോണേ. ഇപ്പം ഈ ഭാഗം, ഈ സഞ്ചരിക്കുന്ന സമയം അത് യൂണിഫോം മോഷനാണ്. അതിന്റെ സ്പീഡ് അല്ലെ വെലോസിറ്റി സെയിം ആണ്. പിന്നെ യൂണിഫോം മോഷനുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട്. വെലോസിറ്റി ഈസ് സെയിം ആസ് ആവറേജ് വെലോസിറ്റി അറ്റ് ഓൾ ഇൻസ്റ്റൻസ്. മോഷൻ യൂണിഫോം ആണെങ്കിൽ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. മോഷൻ യൂണിഫോം ആണെങ്കിൽ, യൂണിഫോം മോഷന്റെ കേസിൽ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. മോഷൻ, ചലനം എപ്പോഴും ഒരേ സ്പീഡിലായിരിക്കും വസ്തു പോകുന്നത്. അതിന്റെ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും എല്ലാ സമയവും സെയിം ആയിരിക്കും. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ സ്പീഡ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വേണ്ടവരാണ്, അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി ആണ്. ആവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആവറേജ് സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആവറേജ് വെലോസിറ്റി. ഇനി സ്പീഡോമീറ്റർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ ബൈക്ക്, കാറ്, ലോറി, ബസ്, ഇതൊക്കെ ഓട്ടോമൊബൈലാണ്. ഓട്ടോമൊബൈലിന്റെ സ്പീഡോമീറ്റർ, അതായത് സ്പീഡോമീറ്റർ ഉണ്ട്. ആ സ്പീഡോമീറ്റർ കാണിക്കുന്നത് അതിന്റെ സൂചി കാണിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, സ്പീഡ് മാറുന്നതിനനുസരിച്ച് ആ സൂചിയുടെ പൊസിഷനും ആ സൂചി കാണിക്കുന്ന സ്പീഡും വ്യത്യാസപ്പെടുന്നുണ്ട്. അത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. സ്പീഡോമീറ്റർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ ഗീവ്സ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അതായത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് തരുന്ന ഒരു ഡിവൈസ് ആണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. അടുത്താണ് യൂണിഫോം മോഷന്റെ ഒരു ഡെഫിനിഷനാണ്. നമ്മൾ പറഞ്ഞ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ല സ്പീഡ് യൂണിഫോം ആയിരിക്കും. യൂണിഫോം മോഷന്റെ കേസിൽ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും എല്ലാ സമയവും സെയിം ആയിരിക്കും. ഇനി എന്തിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ, അത് നമുക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? If an object travels equal distances in equal intervals of time, ഒരു വസ്തു തുല്യ ദൂരം തുല്യ സമയം കൊണ്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഒരു വസ്തു തുല്യ ദൂരം തുല്യ സമയം കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. അതിന്റെ വെലോസിറ്റി എപ്പോഴും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് എപ്പോഴും സെയിം ആയിരിക്കും. ഒരു വസ്തു
തുല്യ ദൂരം തുല്യ സമയം കൊണ്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എപ്പോഴും സെയിം ആയിരിക്കും. അത് യൂണിഫോം മോഷനിലായിരിക്കും. അതാണ് യൂണിഫോം മോഷൻ. ആ യൂണിഫോം മോഷന്റെ ഫോർമുലയാണ് എസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ബി സെയിം ആണ്. എസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ആ ഡിസ്പ്ലേസ്മെന്റിന് നമ്മളിങ്ങനെ എഴുതും. ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു യൂണിഫോം മോഷനിലാണെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം, അല്ലെങ്കിൽ എസ് ബൈ വി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ ടൈം ടി. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടൈം. യൂണിഫോം മോഷന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റിനെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടൈം കിട്ടും. അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ടൈം എടുക്കുന്നത്. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ടൈം എടുക്കുന്നത്. നമ്മുടെ ക്ലോക്ക്, വാച്ച് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ടി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ വി എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാണ്. എസ് ബൈ ടി ഈസ് ഈക്വൽ ടു വി. വിയും അങ്ങനെയാണ്. വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. ഈക്വൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈക്വൽ ടൈം ടി. ഈക്വൽ ഡിസ്റ്റൻസ് എസ് ഡിവൈഡ് ബൈ ഈക്വൽ ടൈം ടി. അതാണ് യൂണിഫോം വെലോസിറ്റി വി എന്ന് പറയുക. ഇപ്പൊ യൂണിഫോം മോഷൻ എന്നിലുള്ള ഒരു വസ്തു ഈക്വൽ ഡിസ്റ്റൻസസ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നവയാണ്. അതിന്റെ ഇക്വേഷൻ ഇതാണ്. ആ മോഷന്റെ യൂണിഫോം മോഷന്റെ ഇക്വേഷൻ ഇതാണ്. എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. വി എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റി ആണ്. ഇനി വെലോസിറ്റി മാറിയാൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി ഒരുപോലെയാണെങ്കിലാണ് യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോഷൻ നോൺ യൂണിഫോം ആയിട്ട് മാറും. നോൺ യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന നോൺ യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് ആക്സലറേഷൻ. നോൺ യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന, വെലോസിറ്റി മാറുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുക അല്ലെ വെലോസിറ്റി കുറയുക, അങ്ങനെയുള്ള വസ്തുവിന് അനുഭവപ്പെടുന്ന ഒരു അനുഭവമാണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് മലയാളത്തിൽ പറയും. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. എന്താണ് ആക്സിലറേഷൻ? വെലോസിറ്റി കൂടുവാണെങ്കിൽ അത് പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. വെലോസിറ്റി കുറയുമ്പോൾ ഉള്ള ഫീലിങ്സ് ആണ് നെഗറ്റീവ് ആക്സിലറേഷൻ. ഒരു ബോഡിക്ക് ആക്സിലറേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ഒരു വസ്തുവിന് ആക്സിലറേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. നമ്മുടെ എല്ലാം വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്സിലറേറ്റർ. ആ ആക്സിലറേറ്ററിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ സ്പീഡ് കൂടും. വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് സ്പീഡ് കൂടുന്ന ആ അനുഭവം ഉണ്ടാവും. സ്പീഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എല്ലാവർക്കും ഫീൽ ചെയ്യും. അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. റേറ്റ് എന്ന് പറഞ്ഞാൽ ടൈം റേറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഡിവൈഡ് ബൈ ടി എന്നർത്ഥം. റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. അപ്പം ഡിവൈഡ് ബൈ ടി ആണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ടി, കാരണം റേറ്റ് വിത്ത് ടൈം ആണ് എടുക്കുന്നത്. ആക്സിലറേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇപ്പൊ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം ഈസ് കോൾഡ് ആക്സിലറേഷൻ. അതിനെ നമുക്കൊരു ഫോർമുല എഴുതണം. ആക്സിലറേഷൻ ഒരു ഫോർമുല എഴുതണം. നമ്മൾ ഒരു വസ്തുവിൽ സഞ്ചരിക്കുകയാണ്, കാറിൽ സഞ്ചരിക്കുകയാണ്. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ യു ആണ് കാറിന്റെ സ്പീഡ്. നമ്മളിത് കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എത്ര ആക്സിലറേഷൻ കിട്ടി എന്ന് നമുക്ക് അറിയണം. അതിനുവേണ്ടി നമ്മൾ സ്പീഡോമീറ്ററിൽ നോക്കിയപ്പം യു ആണ് സ്പീഡ്. തുടക്കത്തിലുള്ള സ്പീഡ് യു ആണ്. യു സ്പീഡിൽ പോകുന്ന ഒരു വസ്തു കുറെ ദൂരം എസ് സഞ്ചരിച്ച ശേഷം ടി ടൈമിന് ശേഷം അതിന്റെ സ്പീഡോമീറ്ററിൽ നോക്കിയപ്പോൾ വി ആണ് സ്പീഡ് കണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കിയപ്പോൾ യു ആയിരുന്നു സ്പീഡ്. ഇനി കുറെ ദൂരം കഴിഞ്ഞപ്പോൾ, കുറെ സമയം കഴിഞ്ഞപ്പോൾ വി ആണ് അതിന്റെ വെലോസിറ്റി. ഇതിൽ യുവിന് നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയും. വിക്ക് ഫൈനൽ വെലോസിറ്റി എന്ന് പറയും. യു എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി, വിക്ക് പറയുന്ന പേരാണ് ഫൈനൽ വെലോസിറ്റി. എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ടി ടൈം ആണ്. യു ഇനിഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി. നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റിന്ന്
ഇനിഷ്യൽ വെലോസിറ്റി കുറച്ചാൽ മതി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ബി മൈനസ് യു ആണ്. അപ്പം ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബി മൈനസ് യു, ബി ഫൈനൽ വെലോസിറ്റി മൈനസ് യു ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ റേറ്റ് ആണ്. ആ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ റേറ്റ് ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതാണ് ആക്സലറേഷൻ എന്ന് പറയുക. ആക്സലറേഷൻ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ യൂണിറ്റ് ഇത് വെലോസിറ്റി വ്യത്യാസം, അതിനെ വേണം നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി വി. ചെറിയ ഒരു വെലോസിറ്റിയുടെ വ്യത്യാസമാണെങ്കിൽ ഡി വി എന്ന് എഴുതാം. ചെറിയ വെലോസിറ്റി വ്യത്യാസത്തിന് ചെറിയ സമയമേ എടുക്കുകയുള്ളൂ, അത് ഡി ടി. അങ്ങനെ ഡി വി ബൈ ഡി ടി എന്ന് വേണേലും ആക്സലറേഷനെ നമുക്ക് വിളിക്കാം. ചെറിയ വെലോസിറ്റി മാറ്റം ഡി വി ഡിവൈഡ് ബൈ അതിനെടുത്ത സമയം ഡി ടി. അങ്ങനെ നമുക്ക് ആക്സലറേഷനെ എടുക്കാം. അങ്ങനെ ആക്സലറേഷൻ എഴുതുമ്പോൾ നമ്മൾ പറയും അത് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ആണ്. അത് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ആണ്. അല്പം കൂടിയ സമയത്തേക്കുള്ള ആക്സലറേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അത് യൂണിഫോം ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ബി മൈനസ് യു ഡിവൈഡ് ബൈ ടി അങ്ങനെ എഴുതാം. എം ഇസ് ഈക്വൽ ടു ബി മൈനസ് യു ബൈ ടി. ബിയുടെ മൈനസ് യുവിന്റെ യൂണിറ്റ് ബി മൈനസ് യു ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി ആണെങ്കിലും ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിലും അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ആണെങ്കിലും ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിലും അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ സെക്കൻഡ്. അപ്പൊ ആക്സലറേഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഡിവൈഡ് ബൈ സെക്കൻഡ്. ഇറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡിനെ സെക്കൻഡ് ബൈ 1 എന്ന് എഴുതാം. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ഹരിക്കുന്നതിന് പകരം തലതിരിച്ചിട്ട് ഗുണിച്ചാൽ മതി, അല്ലെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും 1/s എന്ന് കിട്ടും. എസ് ബൈ 1 അത് 1/s ആയിട്ട് മൾട്ടിപ്ലിക്കേഷന്റെ സമയത്ത് മാറും. അപ്പൊ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന ആക്സലറേഷന്റെ യൂണിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ബി മൈനസ് യു ബൈ ടി, യു ഇനിഷ്യൽ വെലോസിറ്റി, ബി ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ ടൈം ടി. ഇനി SI യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ ഈസ് മീറ്റർ സെക്കൻഡ് റേസ് ടു -2 അല്ലെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആവറേജ് ആക്സലറേഷൻ എ ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഇതിന് തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷന്റെ ഫോർമുല. എ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി. ആക്സലറേഷൻ മേ റിസൾട്ട് ഫ്രം എ ചേഞ്ച് ഇൻ സ്പീഡ്. സ്പീഡിലുള്ള ഒരു മാറ്റം, സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു മാറ്റം, അല്ലെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു മാറ്റം കൊണ്ട് ആക്സലറേഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്താൽ ഉണ്ടാവാം. അല്ലെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും രണ്ടുകൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ ഉണ്ടാകാം. അപ്പൊ 3 കാരണങ്ങൾ കൊണ്ട് ആക്സലറേഷൻ ഉണ്ടാവാം. ഒന്നാമത്തെ കാരണം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറിയാൽ, അതായത് സ്പീഡ് മാറിയാൽ, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറിയാൽ അല്ലെങ്കിൽ സ്പീഡ് മാറിയാൽ ആക്സലറേഷൻ ഉണ്ടാവാം. 2 ഡിറക്ഷൻ മാറിക്കഴിഞ്ഞാൽ, മൂവ്മെന്റിന്റെ ഡിറക്ഷൻ മാറുക, വെലോസിറ്റിയുടെ ഡിറക്ഷൻ മാറിക്കഴിഞ്ഞാലും ആക്സലറേഷൻ ഉണ്ടാകാം. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുക, വെലോസിറ്റിയുടെ ഡിറക്ഷൻ മാറുക, അല്ലെങ്കിൽ ഇത് രണ്ടുകൂടെ മാറുക, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും വെലോസിറ്റിയുടെ ഡിറക്ഷനൂടെ മാറിയാലും ഒരു വസ്തുവിന് ആക്സലറേഷൻ ഉണ്ടാകും. ആക്സലറേഷൻ ഉണ്ടാകാൻ വേണ്ടി ഒരു വസ്തുവിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആക്സലറേറ്റർ എന്ന് നമ്മൾ പറയുക. ആക്സലറേഷൻ ക്യാൻ ബി പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുന്നു. ആക്സലറേഷൻ പോസിറ്റീവ് ആകാം. പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആക്സലറേഷൻ ഉള്ള വസ്തുവിന്റെ സ്പീഡ് കൂടും, വെലോസിറ്റി ഇൻക്രീസസ്. ആക്സലറേഷൻ നെഗറ്റീവ് ആകാം. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന കേസിലാണിത്. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഡിക്രീസ് ചെയ്യുന്ന കേസിലാണിത്. നെഗറ്റീവ് ആക്സലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡീസിലറേഷൻ അല്ലെങ്കിൽ റെട്ടാർഡേഷൻ എന്ന് പറയും. നെഗറ്റീവ് ആക്സലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡീസിലറേഷൻ അല്ലെങ്കിൽ റെട്ടാർഡേഷൻ. അല്ലെങ്കിൽ ആക്സലറേഷൻ 0 ആകാം. 0 ആകുന്ന എപ്പോഴും വെലോസിറ്റി സെയിം ആകുന്ന കേസിലാണ്. വെലോസിറ്റി സെയിം ആണെങ്കിൽ ബിയും യുവും ഈക്വൽ ആണ്. ബി ഈക്വൽ ടു യു ആണ്. വെലോസിറ്റി സെയിം ആണെങ്കിൽ ബി ഈക്വൽ ടു യു ആണ്. ബി യു ഈക്വൽ ആണെങ്കിൽ ബി മൈനസ് യു 0 ആയിട്ട് മാറും. വെലോസിറ്റി എപ്പോഴും സെയിം ആണെങ്കിൽ എത്ര ടൈം കഴിഞ്ഞ് നോക്കിയാലും ആദ്യത്തെ വെലോസിറ്റി തന്നെ ആയിരിക്കും, ബി ഈസ് ഈക്വൽ ടു യു. ബിയും യുവും ഈക്വൽ ആണെങ്കിൽ ബി മൈനസ് യു 0 ആകും, ആക്സലറേഷൻ 0 ആകും. ഇപ്പൊ യൂണിഫോം മോഷനിൽ ആക്സലറേഷൻ ഇല്ല, ആക്സലറേഷൻ 0 ആണ്. നോൺ യൂണിഫോം മോഷനിൽ വെലോസിറ്റിക്ക് മാറ്റമുണ്ട്, അതുകൊണ്ട് ആക്സലറേഷൻ ഉണ്ട്. നോൺ യൂണിഫോം മോഷനിൽ വെലോസിറ്റിക്ക് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ആക്സലറേഷൻ ഉണ്ട്.